നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളുകളാണ്. സാധാരണ നമ്മുടെ കോൾ ഡയലറിൽ നമ്മൾ കോൾ ചെയ്യാറുണ്ടെങ്കിലും ട്രൂ കോളറിലൂടെയാണ് നമ്മൾ അയാളെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും ഒരു കോൺടാക്റ്റ് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കോൺടാക്റ്റിലെ വ്യക്തി ആരാണെന്ന് നമുക്ക് ട്രൂ കോളറിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അധികം ആളുകളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്പാണ് ട്രൂ കോളർ എന്നുള്ള ആപ്പ്. അതിനെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും പല പ്രശ്നങ്ങളും പലരും പറയാറുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ട്രൂ കോളർ എന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ആര് വിളിച്ചാലും അത് ആരാണ് വിളിക്കുന്നതെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ പേര് നമ്മുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം കോൾ റെക്കോർഡുകൾ ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വിളിക്കുന്ന ആളുകളുടെ പേര് വിളിച്ച് പറയാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകൾ ട്രൂ കോളറിനകത്ത് ലഭ്യമാണ്. നമ്മൾ ട്രൂ കോളർ ഉപയോഗിച്ച് തുടങ്ങിയാൽ ട്രൂ കോളർ ഒഴിവാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. അത്തരത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പാണ് ട്രൂ കോളർ. എന്നാൽ ട്രൂ കോളറിൽ നമ്മൾ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ട 2 സെറ്റിങ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരുപാട് സെറ്റിങ്സുകളുണ്ട്, കുറേ നമ്മൾ വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 അപ്ഡേറ്റാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ പ്രശ്നം നമ്മൾ ട്രൂ കോളർ കാണിക്കുന്ന ഇതാണ്. പല ആളുകളും പറയാറുണ്ട് ട്രൂ കോളർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പോപ്പപ്പ് വരും നമ്മുടെ സ്ക്രീനിൽ. അത് വലിയ ശല്യമാണ്. കാരണം നമ്മളൊരാളെ കോൾ ചെയ്ത് കിട്ടിയില്ല, അയാളെ വീണ്ടും നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഈ ഒരു പോപ്പപ്പ് നമ്മൾ ആദ്യം കാണും. ഒരു കോൾ ചെയ്തതുണ്ട്, അത് ഇൻഡു ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒഴിവാക്കണം. എന്നാലേ രണ്ടാമത്തെ കോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ട്രൂ കോളറിൽ നിന്ന് ഇങ്ങനൊരു പ്രശ്നം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. നമ്മുടെ സ്ക്രീനിലേക്ക് വിളിച്ച ആളുടെ പോപ്പപ്പ് കാണിക്കുക. അപ്പോൾ അതെങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായി പരിശോധിക്കുന്നത്. ട്രൂ കോളർ ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ട്രൂ കോളർ ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇടത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വന്നാൽ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കോൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് കാണിക്കും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ എന്നും ക്ലാസിക് പോപ്പപ്പ് എന്നും. ഈ ക്ലാസിക് പോപ്പപ്പ് എന്നുള്ളിടത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ പോപ്പപ്പ് കാണിക്കുന്നത്. ചില ആളുകളുടെ ട്രൂ കോളർ ഈ ഫുൾ സ്ക്രീൻ കാണുമ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു പ്രശ്നം ഫുൾ സ്ക്രീനായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഹൈഡ് ഫോർ ഫോൺ വിത്ത് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓഫ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി സാധാരണ കോൾ ചെയ്യുന്ന സമയത്ത് ട്രൂ കോളർ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കില്ല. ഡയറക്റ്റ് നമ്മൾ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഡയലറിലേക്കായിരിക്കും ഡയറക്റ്റ് പോവുക. ഇങ്ങനെ ഒരു പോപ്പപ്പ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഈ ഭാഗത്തിന് കുറച്ചുകൂടി താഴെ ഭാഗത്തേക്ക് വന്നാൽ ഫോൺ കോൾ എന്ന് കാണുന്ന നേരെ താഴെ അനൗൺസ് ഫോൺ കോൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെറ്റിങ്സിലുള്ള ഭാഗം കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഓൾവേസ്. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ വ്യക്തികളെയും കോൾ വരുന്ന സമയത്ത് ആളുടെ പേര് വിളിച്ച് പറയാനുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ച് കുറച്ചപ്പുറത്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും വിളിക്കുന്ന ആൾ ആരാണെന്ന്. അതുകൊണ്ട് ആ ഫോൺ എടുക്കണോ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുടെ പേര് വിളിച്ച് പറയാമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ട്രൂ കോളറിലാണ് അങ്ങനെ ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് സെറ്റിങ്സ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കാണാൻ സാധിക്കും അനൗൺസ്ഡ് കോൾസ് ഫ്രം സേവ്ഡ് കോൺടാക്ട്സ് ഓൺലി എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്ത വ്യക്തികളുടെ പേര് മാത്രം വിളിച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ ഇവിടെ താഴെ കാണുന്ന അനൗൺസ് കോൾസ് ഫ്രം സേവ്ഡ് കോൺടാക്ട്സ് ഓൺലി എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് വരുന്ന എല്ലാ കോളുകളുടെ വ്യക്തികളെയും നിങ്ങൾക്ക് വരുന്ന എല്ലാ നമ്പറിലുള്ള വ്യക്തിയെയും പ്രത്യേകം വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോളുകൾ വരുന്ന സമയത്ത് നിങ്ങൾ ട്രൂ കോളർ ആളുടെ പേര് വിളിച്ച് പറയും. അപ്പം സാധാരണ ഐഫോണുകളിലൊക്കെ ഇങ്ങനെ ഒരു ഫീച്ചറുണ്ട്. ആൻഡ്രോയിഡ് ഫോണുകളിൽ അത്തരത്തിലുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഈ ട്രൂ കോളർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൗകര്യം ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.